ബിഗ് ബോസ് എന്തായി? ബിഗ് ബോസ് എന്തായി? ഇക്കൊല്ലം ബിഗ് ബോസ് ഇല്ലേ? ബിഗ് ബോസിന്റെ ഓഡീഷൻ എങ്കിലും അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒത്തിരി മെസ്സേജസ് ആണ് ഡെയിലി വരാറുള്ളത്. അപ്പോൾ എനിക്ക് ഒട്ടും വയ്യ, എന്നാലും ആ അപ്ഡേറ്റ് അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ബിഗ് ബോസിന്റെ കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്, പേടിക്കണ്ട. ഇത്തവണ നമ്മുടെ സീസൺ ഉണ്ടല്ലേ. കുറേ പേര് ഇത്തവണ സീസൺ ഇല്ലേ, എന്ത് പറ്റി? ബിഗ് ബോസിന്റെ സമയം കുറേ പേര് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. കാരണം ബിഗ് ബോസിന്റെ സമയമായില്ല, ബിഗ് ബോസ് നിർത്തിയോ, ഇനി മുതൽ ബിഗ് ബോസ് ഇല്ല, അങ്ങനെ ചോദിക്കുന്നത്. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നതിന് പുറമെയായിട്ട് ഒത്തിരി പ്രേക്ഷകരുണ്ട്. അപ്പൊ അവർക്ക് അറിയില്ലല്ലോ ബിഗ് ബോസിന്റെ കേസ്. നമുക്ക് എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന കുറച്ച് പ്രേക്ഷകർക്ക് മാത്രമേ അറിയാവൂ ഇത്തവണ ബിഗ് ബോസ് കുറച്ചൊന്ന് താമസിക്കുന്നു. ബാക്കിയുള്ളവർക്കൊന്നും അറിയത്തില്ലല്ലോ. അവർ അയ്യോ എന്ത് പറ്റി, ടി വിയിൽ ഈ സമയമാകുമ്പോൾ ബിഗ് ബോസ് വരാനുള്ളതല്ലേ, മാർച്ചൊക്കെ വരാനുള്ളതാണ്, ഇപ്പൊ ഏപ്രിലായി എന്നിട്ടും ബിഗ് ബോസ് ഇല്ല എന്നുള്ള ഒരു ടെൻഷനിലാണ് എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഇൻസ്റ്റാ പേജ് FB പേജും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ അറിഞ്ഞത് ബിഗ് ബോസിന്റെ ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഏപ്രിൽ ആദ്യ വാരം അല്ലെങ്കിൽ ഏപ്രിലിൽ തുടങ്ങുമെന്നാണ് അറിഞ്ഞത്. പക്ഷേ മെയിലേക്കൊക്കെ പോകാൻ സാധ്യതയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ പറയുന്ന പോലെ സ്റ്റാർട്ട് ചെയ്തു. അതെ, ഭയങ്കര സന്തോഷകരമായ ഒരു അപ്ഡേറ്റ് എനിക്കും കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും പറഞ്ഞല്ലോ ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ ആണോ സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്ന് ഓഡീഷൻ ഉണ്ടായിരുന്നു, ഇന്നലെയും ഉണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. ഇന്നലത്തെ കാര്യം ഞാൻ പറയുന്നില്ല. എന്തായാലും ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്ത് നമുക്കത് അറിഞ്ഞാൽ മതിയല്ലോ. ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആരെയൊക്കെ വിളിച്ചു, അതാണ് ഒരു ബിഗ് ക്വസ്റ്റ്യൻ. ആരെയൊക്കെ ആയിരിക്കും ഇത്തവണ വിളിക്കുന്നത്? പ്രഡിക്ഷൻ ലിസ്റ്റിന് സമയമായോ? കമന്റ് ചെയ്യുക. പ്രഡിക്ഷൻ ലിസ്റ്റ് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഡിസംബർ 1 നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആരെയൊക്കെ വിളിക്കും. പ്രഡിക്ഷൻ ഈസ് ഓൾവേസ് പ്രഡിക്ഷൻ. അപ്പോൾ അതിൻ്റെ സമയമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പ്രഡിക്ഷൻ്റെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒരു 10-20 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പ്രഡിക്ഷൻ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കുറച്ച് പേരുന്ന് കമന്റ് ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. ഐയുടെ ലോഗോ വരാനുള്ള സമയമായി, ഐയുടെ ലോഗോ എങ്കിലും പുറത്ത് വിട്ടൂടെ, ജൂണിലാണ് വരുന്നതെങ്കിൽ തുടങ്ങാനുള്ള സമയമായില്ല എന്നൊക്കെ കുറേ മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ മെസ്സേജ് അയക്കുന്ന എല്ലാവരും പറയുന്നത് ഭയങ്കര ട്രസ്റ്റ് ആണ്, അതുകൊണ്ടാണ് മെസ്സേജ് അയക്കുന്നത്. അവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് പറയാനുണ്ട്. പക്ഷേ ബിഗ് ബോസ് ഞാൻ പറഞ്ഞല്ലോ ഇത്തവണ കുറച്ച് വൈകും. അപ്പോൾ അതുകൊണ്ടാണ് ഓഡീഷൻ പ്രൊസീജിയേഴ്സ് അവർ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓഡീഷൻ പ്രൊസീജിയർ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഒത്തിരി പരിപാടി ഉണ്ട്. നേരിട്ടുള്ള ഓഡീഷൻ അല്ലല്ലോ, ഓൺലൈൻ മീറ്റിംഗ് ആണ്. ഓൺലൈൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ദെൻ അവരെ സെലക്ട് ആയെങ്കിൽ അതിന്റെ ഓഫ്ലൈൻ മീറ്റിംഗും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഓഡീഷൻസ് ഒക്കെ ഓൺ ദ വേ. എന്തായാലും ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വിവരമാണ് അറിയാൻ പറ്റിയത്. വേറെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഹോസ്റ്റിന്റെ കാര്യമോ സെറ്റിന്റെ കാര്യമോ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യം മാത്രമാണ് അറിയുന്നത്. സോ ഓഡീഷൻ വിളിക്കുന്ന എല്ലാവർക്കും, ഓഡീഷന് വേണ്ടിയിട്ട് അവരെ സമീപിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാവാം, എനിക്കറിയില്ല. അവർക്കൊക്കെയും ഓൾ ദ ബെസ്റ്റ്. സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്യുക. ഒരു സൂപ്പർ സീസണിന് വേണ്ടിയിട്ടുള്ള പുതിയ അടിപൊളി കണ്ടസ്റ്റൻസ് ആവാനായിട്ട് ഓഡീഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഓൾ ദ ബെസ്റ്റ്. അത് മാത്രമല്ല കോമണേഴ്സ് ഇത്തവണയും ഉണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ. പക്ഷേ അതിന്റെ പ്രൊമോയും കാര്യങ്ങളൊക്കെ അവസാന നിമിഷം നമ്മുടെ കണ്ണൊക്കെ വരൂലേ, ലോഗോയൊക്കെ വരുന്ന സമയത്തേ വരത്തുള്ളൂ. അപ്പോൾ അതാണ് പറയാൻ വന്ന അപ്ഡേറ്റ്. സോ അപ്ഡേറ്റ് കഴിഞ്ഞു. ഇനി എനിക്ക് കുറച്ച് കാര്യം എക്സ്ട്രാ ഇതിൻ്റെ കൂടെ പറയാനുണ്ട്. അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കണ്ടന്റ് ഉണ്ടാക്കാൻ വന്നതാണ്. എനിക്ക് ഒരു വീഡിയോ ഇടാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിടാൻ വേണ്ടി ഞാൻ അത് ഉണ്ടാക്കിയതാണെന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാത്തത്. കുറേ നെഗറ്റീവ്സ് ഞാൻ കാണുന്നുണ്ട്. ഒരു ഭയങ്കരമായ അറ്റാക്ക് ഞാൻ കാണുന്നുണ്ട്. സൈബർ അറ്റാക്ക് ഭയങ്കര രൂക്ഷമാണ് ഇത്തവണ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ. കഴിഞ്ഞ വീഡിയോയിലും അതിന് മുന്നത്തെ വീഡിയോയിലും നോക്കിക്കഴിഞ്ഞാൽ നല്ല തെറിവിളികൾ ഞാൻ FBയിൽ കാണുന്നുണ്ട്, യൂട്യൂബിൽ കാണുന്നുണ്ട്, ഈ പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ട്. എല്ലാ പ്ലാറ്റ്ഫോംസിലും ഉണ്ട്. മെയിൻലി ഈ പറയുന്ന ലിസ്റ്റ് ഇടുമ്പോഴാണ് ഭയങ്കര അറ്റാക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്ടേഷൻ ലിസ്റ്റ്, ഓഡിഷൻ കോൾ ലിസ്റ്റ്, അതെല്ലാം ഇടുമ്പോഴാണ് ഇത്രയും പ്രശ്നം വരുന്നത്. അത് എന്ത് കണ്ടിട്ടാണ് എന്ന് എനിക്കൊരു പിടിയുമില്ല. കാരണം കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് അവരോടൊക്കെ ഈ നെഗറ്റീവ്സ് ഇടുന്നവരോട്, ഇപ്പൊ ഈ കാണുന്നതിൽ നിന്ന് നെഗറ്റീവ് ഇടാൻ പോകുന്നവർക്ക് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് സീസൺ 6 വീഡിയോസ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എക്സ്പെക്ടേഷൻ ലിസ്റ്റ്, ഓഡിഷൻ ലിസ്റ്റ്, പ്രഡിക്ഷൻ ലിസ്റ്റ്, കൺഫേംഡ് ലിസ്റ്റ് എല്ലാം ആദ്യമായിട്ട് ആരാണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചതെന്നും ആദ്യമായിട്ട് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞത് ആരാണെന്നും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ചെക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ആ ട്രസ്റ്റോട് കൂടിയാണ് ഒത്തിരി ഓഡിയൻസ് കാണാനിരിക്കുന്നത്. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്നിൽ നിന്നും കിട്ടുന്ന ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സ് ആണോ, ട്രസ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണോ നിങ്ങൾ അറിയുന്നത്, നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. പ്ലേലിസ്റ്റ് ഉണ്ട് ബിഗ് ബോസ് സീസൺ 6 മലയാളം എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് തുടക്കം മുതൽ എന്തെല്ലാം വീഡിയോസ് ഇട്ടിട്ടുണ്ടോ ആ വീഡിയോസ് എല്ലാം പോയി നോക്കുക.
ഇത്ര ഡൗട്ട് ഉള്ളവരും നെഗറ്റീവ് അടിക്കുന്ന നെഗറ്റീവ് വോളികളും കമന്റ് കുഞ്ഞുങ്ങളും ഒക്കെ പോയി നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എന്താണ് ആക്ച്വലി കഴിഞ്ഞ വർഷം അൻസിഫ് ചെയ്തുകൊണ്ടിരുന്ന പണി, അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ അതോ അത് മുഴുവൻ കള്ളമാണോ എന്നിട്ട് വന്നിരുന്ന് കമന്റ് കുത്തുക. ഓക്കെ, ഇത് ബിഗ് ബോസ് തുടങ്ങിയിട്ട് പോലും ഇല്ല, ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് പോലും തുടങ്ങിയിട്ടില്ല. ഇതിനു മുന്നേ ഇത്രയും അത്രയ്ക്കുണ്ട്. നിങ്ങൾ എത്രത്തോളം കാണുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഭയങ്കരമായിട്ട് ചീത്ത വേർഡ് എഴുതി വിടുമ്പോഴത്തേക്ക് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കലി അത് ബ്ലോക്ക് ചെയ്യും. പച്ച ചീത്ത എഴുതി വിടുമ്പോൾ യൂട്യൂബ് പണ്ടത്തെ പോലെ അലോ ചെയ്തൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബിന്റെ കമന്റ് ബോക്സുകളിൽ കാണാറുണ്ടോ ചീത്ത വിളിക്കുന്ന കമന്റുകൾ? ഇല്ല, കാരണം യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആക്കും. പക്ഷേ അത് എനിക്ക് കാണാൻ പറ്റും, കാരണം എന്റെ ചാനലാണല്ലോ ഇടുന്നത്. അപ്പോൾ ആദ്യം എനിക്കിത് സാധനം വരും, നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ആലോചിക്കും, ഇതിനും മാത്രം ഞാൻ എന്താ പറഞ്ഞത്? ഓഡീഷൻ ഞാൻ പറയുന്ന വീഡിയോസ് ആക്ച്വലി വ്യക്തമായിട്ട് നെഗറ്റീവ് അടിക്കുന്നവർ കാണുക. ഓഡീഷൻ വിളിക്കാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റ്, നമ്മൾ ആരൊക്കെയാണ് വരാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ലിസ്റ്റ്, അതൊക്കെയാണ് ഞാൻ പറയുന്നത്. പ്രഡിക്ഷൻ ലിസ്റ്റ് പോലും എത്തിയിട്ടില്ല. പ്രഡിക്ഷൻ ലിസ്റ്റ് പോലും എത്തുന്നതിന് മുന്നേ എനിക്ക് സഹിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്. എനിക്കറിയാം ഇതിനൊക്കെ തിരിച്ച് മറുപടി കൊടുക്കാൻ എനിക്ക് അറിയാൻ വയ്യാതിട്ടല്ല, പക്ഷെ വേണ്ട. കാരണം ട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരെ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അവരെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അവരവരുടെ പാട് നോക്കി പോകും. സോ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നാൾ കൂടി സ്റ്റേ ചെയ്ത് ചാനൽ അവിടെ എവിടെയെങ്കിലൊക്കെ നിൽക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. എന്തായാലും ഓഡീഷൻ തുടങ്ങി, ഭയങ്കര സന്തോഷം. ദയവച്ച് കരുതി കമന്റ് കുഞ്ഞുങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടിട്ട് കമന്റ് ചെയ്യുക. 10 പേരും കേട്ടിട്ട് ഇത് വരില്ല, അവർ വരില്ല, ഇവർ വരില്ല എന്ന് പറയുന്നതിന് അതിന് നോ യൂസ്. വെറുതെ സമയം, നിങ്ങളുടെ സമയം നഷ്ടമാണ്. ഇത് കാണുമ്പോൾ ഞാനും ഇങ്ങനെ വണ്ടടിച്ചിരിക്കും, ഇവർക്ക് ഇത് കണ്ടില്ലേ എന്ന്. സോ ആദ്യം പോയി വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് അതിനകത്ത് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിലും കമന്റ് ചെയ്യാം. ഓക്കെ, സീസൺ തുടങ്ങിയിട്ട് പോലും ഇല്ല, ഇതിന് മുന്നേ ഇങ്ങനെ അറ്റാക്ക്. എന്തായാലും കൊള്ളാം. അപ്പോൾ ഓഡീഷന്റെ കാര്യവും ഈ പറയുന്ന ഓഡീഷൻ കോൾസിന്റെ കാര്യമൊക്കെ ഇനി പലർക്കും വരുമായിരിക്കും. ഞാനൊരു പ്രഡിക്ഷൻ ലിസ്റ്റിന്റെ ഒരു തയ്യാറാക്കി തുടങ്ങുന്ന ഒരു ഇതിലേക്ക് എത്തി. അത് ഭയങ്കര വലിയൊരു പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ ടാസ്ക്കാണ്. നിങ്ങൾ വിചാരിക്കും പോലെ 10-20 പേര് കൂട്ടി വന്ന് വാരി ഇടുന്ന അല്ല പ്രഡിക്ഷൻ ലിസ്റ്റ്. ഇറ്റ്സ് മൈ പ്രഡിക്ഷൻ, എൻ്റെ പ്രഡിക്ഷനാണത്. പ്രഡിക്ഷൻ ലിസ്റ്റ് വരെ എനിക്ക് സ്വന്തമായിട്ടുള്ള സംഭവമാണ്. അതിനുശേഷമാണ് പിന്നീട് ഓഡീഷൻ കോൾ ഇവരെയൊക്കെ വിളിച്ചു അതൊക്കെ ഇടുന്നത്. പിന്നെ കിട്ടുന്ന ഞാൻ അറിയുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടാണ് നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവരെ എൻ്റെ പ്രഡിക്ഷൻസ് ആണ്. ഞാൻ കരുതുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രഡിക്ഷൻ ലിസ്റ്റ് മീൻസ് എനിക്കൊരു ഊഹം ഉണ്ടായിരിക്കുമല്ലോ ഇവരെയൊക്കെ വിളിക്കാൻ സാധ്യത ഉണ്ട്. ഈ വർഷം ഇന്ന ആൾ, ആർട്ടിസ്റ്റ് കാറ്റഗറി, ഡാൻസർ, സിംഗർ, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ, ആക്ടിവിസ്റ്റ്. അപ്പോൾ ഓരോ മേഖലകളിൽ നിന്നും നമുക്ക് ഇന്ന ആൾക്കാരൊക്കെ വിളിക്കും എന്നൊരു തോട്ട് ഉണ്ടാവുമല്ലോ, അതാണ് പ്രഡിക്ഷൻ ലിസ്റ്റ്. അതുവരെ നമ്മുടെ പ്രഡിക്ഷനാണ്. ആ പ്രഡിക്ഷനിൽ നിന്ന് പോലും കഴിഞ്ഞ തവണ ഞാൻ ഇട്ടിരുന്ന പ്രഡിക്ഷൻ ലിസ്റ്റ് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു 20 പേരുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഞാൻ ഇട്ടിരുന്നേ. അതിൽ നിന്ന് 8 പേരെ ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 8 പേര് ഇന്നൊന്നും ആയില്ല, ഒരു 3 പേരെന്തോ ഇന്നായി. അതിനകത്തുനിന്ന് ഇന്നായത് ജാസ്മിൻ ഇന്നായിട്ടുണ്ടായിരുന്നു, സിജോ ഇന്നായിട്ടുണ്ടായിരുന്നു, പിന്നെ അഭിഷേക് ശ്രീകുമാറോ ആണെന്ന് തോന്നുന്നു. 3 പേര് ഇന്നായിട്ടുണ്ടായിരുന്നു. ബാക്കി കുറേ പേര് കഴിഞ്ഞ വർഷം ഇട്ടിരുന്ന 20 പേരിൽ ഫസ്റ്റ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ 20 പേരിൽ 8 പേരെ വിളിച്ചിരുന്നു. അതെന്തോ ലക്കാണ്, മനസ്സിലായില്ല. അല്ലാതെ ഞാൻ ഇടുന്നവരെ അവരെ വിളിക്കുന്നു അങ്ങനെയൊന്നും അല്ല, ലക്കാണ്. ആ 20 പേരെ എനിക്ക് ഊഹിക്കാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൗഡാണ്. മനസ്സിലായില്ല. ആ 20 പേര്, ആ 8 പേരെ എനിക്ക് ഊഹിക്കാൻ പറ്റി. അവർ വിളിച്ചിട്ടുള്ള 8 പേരെ എനിക്ക് ഊഹിക്കാൻ പറ്റി. ഞാൻ പറഞ്ഞ 20 പേരിൽ 8 പേരെ അവർ വിളിച്ചതായിരുന്നു, അല്ലെങ്കിൽ വിളിക്കാൻ പോകുന്നതായിരുന്നു. അപ്പോൾ ഭയങ്കര പ്രൗഡാണ് എനിക്ക് ഇതിൽ നിൽക്കുമ്പോൾ. അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഒട്ടും വയ്യ, നല്ല പനിയായിട്ടാണ് ഞാൻ ഒന്ന് വിയർത്തൊലിച്ചുകൊണ്ടാണ് വന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്തെങ്കിലും വരട്ടെ, അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. പുതിയ പ്രഡിക്ഷൻ ലിസ്റ്റിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനായിരുന്നേ, കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് പറക്കി അയച്ചിട്ട് നിങ്ങളുടെ ചാനലാണോ, നിങ്ങളുടേതാണോ? എൻ്റെതല്ല. എനിക്ക് ഒരേ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടേ ഉള്ളൂ, അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. കുറേ പേര് എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് എടുത്ത് എൻ്റെ വീഡിയോസ് ഒക്കെ കട്ട് ചെയ്തെടുത്ത് ഞാൻ പറയുന്ന ലിസ്റ്റൊക്കെ എക്സാക്ട് കോപ്പി അടിച്ച് യൂട്യൂബിൽ തന്നെ ഒരു 100 എണ്ണം ഇടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഒരു 50 എണ്ണം ഇടുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് എല്ലാവരും പറക്കി വെച്ചിട്ട് അൻസിഫേ നിന്റെ ലിസ്റ്റ് അല്ലേ, ഇത് നിന്റെ ചാനലാണോ, നിന്റെ പേജ് ആണോ എന്നൊക്കെ. എൻ്റെ പേജ് അല്ല, ദയവ് കരുതി എൻ്റെ വീഡിയോസ് ഒക്കെ കോപ്പി അടിച്ചിടുന്നവർ നിങ്ങളുടെ പേരിൽ അടിച്ചിട്ടോ. നിങ്ങൾ എന്തോ ആയിക്കോ, ഞാൻ നിങ്ങളൊന്നും പറയുന്നില്ല, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ ചാനലോ എൻ്റെ പേജോ ഒന്നുമല്ല. എൻ്റെ പേജ് അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഇൻസ്റ്റാഗ്രാമിൽ അതാണ്, യൂട്യൂബിൽ ഇതാണ്, ഫേസ്ബുക്കിൽ ബിഗ് ബോസ് അൻസിഫ് എന്നാണ്. ഇതാണ് പേജ്. ഓക്കെ, അപ്പോൾ ഇനിയൊന്നും പറയുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം, അപ്ഡേറ്റ് ആയിട്ട് വരാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.